നമസ്കാരം. ഇന്ന് ജനുവരി 24 ശനി, മകരം 10 ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ എന്നിവർ ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഷഫീദ്, എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ഷഫീദ്. ഉന്മേഷ, പ്രധാനപ്പെട്ട പല വാർത്തകളും ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ഉണ്ടായിട്ടുള്ള ചില അസ്വസ്ഥതകൾ സംബന്ധിച്ച് പുറത്തേക്ക് വന്ന വാർത്തകളാണ്. അക്കാര്യത്തിൽ വിശദീകരണവുമായി കൌൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖ, മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ആർ ശ്രീലേഖ രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഇന്നലെ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിലടക്കം വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതായത് അതിൽ ഈ ആർ ശ്രീലേഖ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ അതും ഇപ്പോൾ ചർച്ചയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രധാന വേദിയിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ വേദിയിൽ നിന്ന് മാറി നിന്ന സംഭവത്തിൽ വിശദീകരണം. 33 വർഷം പരിശീലിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്, പക്ഷേ അച്ചടക്കം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷണിച്ചാലല്ലാതെ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് ധരിച്ചിരുന്നത്. പാർട്ടിയുടെ ഉപാധ്യക്ഷ നിലയിൽ തന്നെ ഇരപ്പുറത്തിൽ നിൽക്കണമെന്നായിരുന്നു ധാരണ. VVIP ഡ്യൂട്ടികൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പരിശീലിച്ചത് അങ്ങനെയാണ്. അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് ആർ ശ്രീലേഖയുടെ ഇക്കാര്യത്തിലെ വിശദീകരണം. അത് ഏതർത്ഥത്തിൽ ആളുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJP പ്രവർത്തകർ സ്വീകരിക്കും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. അതിജീവിതയുടെ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും കള്ളമാണെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കുകയാണ് ചെയ്തത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതായത് ഇക്കാര്യത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലെ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതും രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തിരുവനന്തപുരം കിളിമാനൂർ കാർ ജീപ്പ് ഇടിച്ച് ദമ്പതികൾ മരിച്ച സംഭവമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെയും നേരിട്ട് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പുതിയ പോലീസ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്ന ബന്ധുക്കൾ വീഴ്ച ആരോപിച്ച കിളിമാനൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അത് സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ നിലവിൽ അതിലെ അന്വേഷണം, അതിന്റെ വിവരങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, CPIയുടെ സംസ്ഥാന സമിതി യോഗമാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിംഗും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. മന്ത്രി സജി ചെറിയാന്റെയും AK ബാലന്റെയും വർഗീയ പരാമർശങ്ങൾക്കെതിരെ യോഗത്തിൽ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട്. ഈ യോഗത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളുടെ വെളിപ്പെടുത്തൽ, രക്ഷസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി നടക്കമുള്ള വെളിപ്പെടുത്തൽ, അതും സ്വാഭാവികമായും യോഗത്തിൽ ചർച്ചയാകും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്കാണ് അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. അജി, ഗുഡ് മോർണിംഗ്. അജി, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ വടക്കൻ കേരളത്തിൽ, കോഴിക്കോടും? അജി. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുന്ദമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായത് ഷിംജിതയുടെ ഫോണാണ്. ഈ ഫോണുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനാ ഫലം ഒരുപക്ഷെ ഇന്ന് കിട്ടിയേക്കും. ഇന്ന് ഈ ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടുമ്പോൾ മാത്രമാണ് കൂടുതൽ ഈ വിവരങ്ങൾ കിട്ടുകയും ഒപ്പം തന്നെ പോലീസിന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രീയമായ പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിക്കുകയും അതനുസരിച്ചുള്ള വകുപ്പുകൾ കൂടി ഒരുപക്ഷെ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. ഇന്നും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്, വലിയ തലത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റങ്ങളൊക്കെ ഈ തെളിവെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാകും. അത് വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എത്തിയത്. ഏതായാലും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് വരും. മറ്റൊന്ന്, ജാമ്യാപേക്ഷ ഇന്ന് കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. ഡോക്ടർ ഉന്മേഷ്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിപിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു വിപിൻ?
ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇപ്പോൾ 2020യുടെ NDA പ്രവേശനമാണ് ഏറ്റവും പ്രധാനമായും മധ്യ കേരളത്തിലുള്ളത്. ഇന്ന് ഈ 2020യുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു എം ജേക്കബ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു വരും. ഈ ലയനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. ഇന്ന് 12 മണിക്ക് സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഒപ്പം ഈ 2020യിൽ ഉടലെടുത്തിട്ടുള്ള അസ്വാരസ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്നലെ 3 നേതാക്കൾ അതിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇന്നലെ CPM വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് കൂടുതൽ 2020യുടെ പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ CPMനൊപ്പം ചേരുമെന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലമായിരിക്കും. കാരണം അവിടെ വളരെ പ്രധാനമായും കഴിഞ്ഞ തവണ ഏകദേശം 41,000-ഓളം വോട്ടുകൾ 2020 നേടിയതായിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകർക്കുള്ളിൽ തന്നെ വലിയ അസ്വാരസ്യം, അതായത് ഒറ്റയ്ക്ക് സാബു എം ജേക്കബ് ഒരു തീരുമാനമെടുത്തു. അത് ഏകപക്ഷീയമായിരുന്നു. ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ മുറുമുറുപ്പും അസ്വാരസ്യവും 2020യിൽ പുകയുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുകയാണെങ്കിൽ അതിലെന്തായിരിക്കും 2020യുടെ നിലപാട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ സാബു എം ജേക്കബ് പറഞ്ഞത്. പക്ഷേ വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പുറത്തേക്ക് വരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ BJP കൂട്ടുകെട്ട് എത്രത്തോളം അത് ഇമ്പാക്റ്റ് എറണാകുളം ജില്ലയിൽ ഉണ്ടാക്കും, മധ്യ കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യം തന്നെയായിരിക്കും. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് മേൽ സമ്മർദ്ദമേറുന്നു. കുറ്റപത്രം വൈകുന്നതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിന്റെ പ്രശ്നങ്ങൾ ഹൈക്കോടതി വരെ ചൂണ്ടിക്കാട്ടിയിട്ടും SIT അനങ്ങിയിട്ടില്ല. കേസിൽ ആദ്യം അറസ്റ്റിലായ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കും ദ്വാരപാലക പാളിക്കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. അന്വേഷണം ആരംഭിച്ച് 3 മാസം കഴിഞ്ഞിട്ടും എത്രത്തോളം സ്വർണം തട്ടിപ്പ് നടത്തി, അത് എവിടെയാണ് എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. മുഖ്യപ്രതികൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ SIT നീക്കം പാളിയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പൂന്തുറ സ്വദേശികളായ സജിതയെയും മകൾ ഗ്രീമയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതും ഭാര്യയോടുള്ള ക്രൂരതയും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും മരണത്തിന് പിന്നാലെ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതോടെ അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണനെ പിടികൂടിയത്. സ്ത്രീധന പീഡനവും മാനസിക പീഡനവും നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്തേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്താനാണ് പോലീസിന്റെ നീക്കം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിന്റെ അച്ഛൻ ഷിജിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. കൈമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ വയറ്റിലിടിച്ചതായി പോലീസിന് മൊഴി നൽകി. കാഞ്ഞിരംകുളം സ്വദേശികളായ ഷിജിൽ, കൃഷ്ണപ്രിയ ദമ്പതിമാരുടെ 1 വയസ്സുള്ള മകൻ ഇഹാൻ ഈ മാസം 16-നാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും അതിനുള്ള കാരണം തിരിച്ചറിയാനായിരുന്നില്ല. കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 3-ാം വട്ടം ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. അറസ്റ്റിലായ ഷിജിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൊണ്ടിമുതൽ തിരിമറിക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായകം. ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീൽ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 3 വർഷം കോടതി ശിക്ഷിച്ചതോടെ നിയമസഭാ അംഗത്തിൽ നിന്നും ആന്റണി രാജു അയോഗ്യനായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന തീരുമാനമായിരിക്കുമെന്ന് കോടതിയിൽ നിന്നുണ്ടാവുക. ശിക്ഷാവിധി സ്റ്റേ ചെയ്താൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെയല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകാനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാവുക. 2028ഓടെ നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകും. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക. റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയും 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ്. ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരത്ത് ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുക. ക്രിസ്മസ് പുതുവത്സര ലോട്ടറികളുടെ റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ സംസ്ഥാനത്ത് ഉണ്ടായത്. അച്ചടിച്ച 55 ലക്ഷം ടിക്കറ്റുകളിൽ 54 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. 20 കോടി രൂപയാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ 1-ാം സമ്മാനം. 2-ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. 3-ാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതവും 20 പേർക്കും, 4-ാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതവും ലഭിക്കും.
ഭരണനിർവഹണ മേഖലയിൽ നിർമ്മിത ബുദ്ധിക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മിത ബുദ്ധിയുടെ വിവിധ മേഖലകളിലെ പ്രായോഗിക സാധ്യതകളും സാമൂഹ്യവും സാമ്പത്തികവുമായ സ്വാധീനം വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കേരള റീജിയണൽ AI ഇംപാക്ട് കോൺഫറൻസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ KKN കുറുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ജനവിധി തേടുക. ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടുമുള്ള ഡോക്ടർ KKN കുറുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് തന്റെ കർമ്മമേഖലയായിരുന്ന കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടുന്ന വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. അധ്യാപക രംഗത്തെ അനുഭവ സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. വിദേശ സർവകലാശാലകളുടെ കേരളത്തിലേക്കുള്ള വരവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും ഡോക്ടർ KKN കുറുപ്പ്. വിദേശ സർവകലാശാലകൾ വന്നാൽ നമ്മുടെ സർവകലാശാലകൾ എണ്ണം ചുരുക്കി ആ സാധനങ്ങൾ പഴയ കാലത്തെ LP സ്കൂളുകളെ പോലെയാവും. ആളുകളെല്ലാം വിദേശം എന്ന് പറഞ്ഞാൽ ആ കൊളോണിയൽ ലെഗസി ഇന്നും വളരെ ശക്തമായിട്ട് നമ്മളുടെ മുൻപിലുണ്ട്. അപ്പോൾ ആ ലെഗസിയുടെ മുന്നാലെ പോകുമ്പോൾ ഈ സർവകലാശാലകൾ നോക്കുകുത്തികളാവും. മറ്റുള്ളവരുടെ പിന്തുണ സ്വീകരിക്കില്ല എന്നും ഡോക്ടർ KKN കുറുപ്പ്. ഏത് പിന്തുണയിലേക്കും ഞാൻ പോകില്ല. മതേതരത്വം എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ റൈറ്റിങ്സ് മുഴുവൻ മതേതരത്വമാണ്. വരും ദിവസങ്ങളിൽ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും ഡോക്ടർ KKN കുറുപ്പ് പറഞ്ഞു. 24 കോഴിക്കോട്. യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ UAEയിൽ നിർണായക ചർച്ച ഇന്നും തുടരും. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ റഷ്യ, യുക്രൈൻ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UAE. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം കാണാൻ അബുദാബിയിൽ നിർണായക ചർച്ച ഇന്നും തുടരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കലാണ് പ്രധാന ലക്ഷ്യം. ഇന്നലെ ആരംഭിച്ച ചർച്ചയിൽ 3 രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് റഷ്യ വിട്ടുവീഴ്ച ചെയ്യണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. Вчора був позитивний сигнал в розмові з президентом Трампом. Говорять про параметри закінчення війни. Зараз у них має бути принаймні частина відповідей від Росії. Головне, щоб Росія була готова завершити цю війну, яку сама ж почала. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് UAE വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിച്ച് സമാധാനപരമായ അവസാനമാണ് ലക്ഷ്യമെന്നും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. യുക്രൈൻ ഇപ്പോഴും ഭാഗികമായി നിയന്ത്രിക്കുന്ന കിഴക്കൻ ഡോൺബാസ് മേഖല മുഴുവൻ വേണമെന്ന് റഷ്യ വ്യക്തമാക്കി. എന്നാൽ അധിനിവേശത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് യുക്രൈൻ. റഷ്യൻ കടന്നുകയറ്റം തുടരുകയാണെങ്കിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെടാനാണ് യുക്രൈൻ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആദ്യഘട്ട കുറ്റപത്രം വേഗത്തിൽ നൽകാൻ SIT എന്നതാണ്. കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തുടങ്ങിയതോടെയാണ് നീക്കം. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് പ്രാഥമിക കുറ്റപത്രം ഫെബ്രുവരി 15-നകം നൽകാനാണ് ആലോചന. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് SITയുടെ നീക്കം? ഷഫീദ്, ഉന്മേഷി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ കുറ്റപത്രം നൽകാനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. കാരണം അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതോടെ പ്രതികൾക്ക് ജാമ്യം കിട്ടി തുടങ്ങിയിരുന്നു. മുരാരി ബാബു ഇന്നലെ ജയിൽ മോചിതനായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. മറ്റു പ്രതികളും സമാനമായി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷവും രാഷ്ട്രീയ വിമർശനം രൂക്ഷമാക്കിയിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കിയത് SIT വീഴ്ച എന്നുള്ള വിമർശനം അത് പ്രതിപക്ഷവും ഉയർത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അടുത്ത മാസം 15-ാം തീയതിക്കകം ആദ്യഘട്ട കുറ്റപത്രം നൽകാനുള്ള SITയുടെ ആലോചന. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷക്കേസിലാവും ആദ്യം കുറ്റപത്രം നൽകുക. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിന് മുന്നോടിയായി ശാസ്ത്രീയ പരിശോധനാ ഫലത്തെക്കുറിച്ച് VSSCയിലെ ഉദ്യോഗസ്ഥരുമായി ഉടൻ ചർച്ച നടത്തും. നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ ചില വ്യക്തത അത് SITക്ക് ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് VSSCയുമായി വീണ്ടും ചർച്ച നടത്തുന്നത്. ഇതുവഴി നഷ്ടമായ സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വരുത്താനാകുമെന്നുള്ളതാണ് SIT വിലയിരുത്തൽ. അതിനുശേഷം 9-ാം തീയതി, അടുത്ത മാസം 9-ാം തീയതി ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കുറ്റപത്രം നൽകാനുള്ള താല്പര്യം അറിയിക്കും. കോടതി അനുവദിച്ചാൽ ആദ്യഘട്ട കുറ്റപത്രം നൽകാൻ ഉള്ളതാണ് നിലവിൽ ഇപ്പോൾ SIT നീങ്ങുന്ന ഒരു കാര്യം. കുറ്റപത്രം നൽകിയാലും ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും. ഉന്മേഷ്. ഷഫീദ്, ഇപ്പോൾ ഈ കഴിഞ്ഞ തവണയും ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ SITക്ക് മുൻപിൽ നിലവിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിലേക്ക് എത്തുമ്പോൾ? ഷഫീദ്,
ഉന്മേഷ പ്രധാനമായും അക്കാര്യത്തിലെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അത് പ്രതികൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചു. രണ്ടാമത്തെ കേസിൽ അത് കോടതിയിൽ ജാമ്യാപേക്ഷ ഇരിക്കുകയാണ്. മുരാരി ബാബു, രണ്ടാമത് അറസ്റ്റിലായ മുരാരി ബാബുവിന് 2 കേസിലും ജാമ്യം ലഭിക്കുകയും അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITക്ക് മുൻപിലുള്ള ചോദ്യം, എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായി, രണ്ടാമത്തേത് അത് എവിടെയാണ് പോയത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യപ്പെട്ടത്, ആരൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഈ രീതിയിലേക്കുള്ളൊരു അന്വേഷണ വിലയിരുത്തലിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞിട്ടില്ല. PSSC പരിശോധനാ ഫലത്തിൽ SITക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന അത് കിട്ടിയിരുന്നു. അത് ഈ സൂചന അനുസരിച്ച് സ്വർണം നഷ്ടമായി കാലപ്പഴക്കമുണ്ടെന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ശാസ്ത്രീയ വിലയിരുത്തലിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടുകൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വേഗത്തിൽ കുറ്റപത്രം നൽകുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മുഴുവൻ പ്രതികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചാൽ പിന്നീട് അന്വേഷണത്തെ ബാധിക്കും, തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് SIT ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം കുറ്റപത്രം നൽകുക എന്നുള്ളതാണ് SITക്ക് മുൻപിൽ ഇനിയുള്ള വഴി. ഉന്മേഷ്, ശരി, വേഗത്തിൽ കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി കായിക വാർത്തയിലേക്ക്. സന്തോഷ് ട്രോഫിയിൽ 2ാം ജയം തേടി കേരളം ഇന്നിറങ്ങും. റെയിൽവേസാണ് കേരളത്തിന്റെ എതിരാളികൾ. ശിലാപത്തറിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ രാവിലെ 9-നാണ് മത്സരം. ജയത്തോടെ ക്വാർട്ടർ സാധ്യത സജീവമാക്കുക എന്നതായിരിക്കും കേരളത്തിന്റെ ലക്ഷ്യം. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെ 3-1 കേരളം തോൽപ്പിച്ചിരുന്നു. സർവീസസിനോട് സമനില വഴങ്ങിയ റെയിൽവേസ് ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. അക്ഷരമുറ്റത്ത് വിസ്മയം തീർത്ത് സൗദി തലസ്ഥാനമായ റിയാദിലെ ഒരുപറ്റം കൊച്ചു പ്രതിഭകൾ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി. ഒരേ സമയം 500-ലധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തുകൊണ്ടാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളാണ് ഈ പദ്ധതിക്ക് വേദി ഒരുക്കിയത്. റിയാദിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 500 പുസ്തകങ്ങൾ ഒരു ദിവസം ഒരു സമയം റിലീസ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് നമ്മുടെ റിയാദിലുള്ള ഇന്ത്യൻ സമൂഹം. ഇതാണ് ഗിന്നസ് റെക്കോർഡ്. ഇപ്പോൾ അല്പസമയം മുമ്പ് അവർ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അവർ കരസ്ഥമാക്കി. റിയാദിലുള്ള അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് കുട്ടികൾ എഴുതിയ പുസ്തകങ്ങളാണ് ഈ കാണുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സമയം റിലീസ് ചെയ്തു. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വർഷത്തെ ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും പാരൻസിൻ്റെയും ഒക്കെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ചും കുട്ടികളെ ഈ യുവ എഴുത്തുകാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഇന്ന് 506 പുസ്തകങ്ങളാണ് ഇന്ന് ഞങ്ങൾ 1ാം ഘട്ടം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ കുട്ടികളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ബുക്ക് എഴുതുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇത് നടന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും ഒരുപാട് നന്ദി അറിയിക്കും. പുതിയ കാലത്തെ കുട്ടികൾ പുസ്തകങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് തിരിച്ചു വരാൻ സ്കൂളിൽ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി സ്ഥിരമായി നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നല്ല സമയം സ്കൂളിലെ മുഴുവൻ കുട്ടികളും കഥപുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. സ്വന്തം പേര് അച്ചടിച്ച ഒരു പുസ്തകം അത് പ്രകാശനം ചെയ്തതിനുള്ള ആ സന്തോഷം, അതോടൊപ്പം തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള സന്തോഷമാണ് ഈ കുട്ടികളുടെ പുഞ്ചിരിയിലൊക്കെ നമ്മൾ കാണുന്നത്. റിയാദിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് ഭൂമിയും വസ്തുവകകളും സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. പ്രവാസികൾക്കും വിദേശത്തുള്ളവർക്കും കമ്പനികൾക്കും നിശ്ചിത വ്യവസ്ഥകളോടെ ഇനി രാജ്യത്ത് വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുമെന്ന് ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് അറിയിച്ചു. അഖാറാത്ത് സൗദി എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. സൗദി അറേബ്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിദേശികൾക്ക് വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള നിയമം നടപ്പിലായത്. റിയൽ എസ്റ്റേറ്റ് വിപണിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റിന്റെ അഖാറാത്ത് സൗദി എന്ന ഡിജിറ്റൽ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. രാജ്യത്തുള്ള പ്രവാസികൾക്ക് അവരുടെ ഇഖാമ നമ്പറുകൾ ഉപയോഗിച്ച് ഭൂമിയോ കെട്ടിടങ്ങളോ വാങ്ങാൻ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ വിദേശത്തുള്ള വ്യക്തികൾക്ക് സൗദി എംബസികൾ വഴി ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് നേടിയ ശേഷം മാത്രമേ പോർട്ടലിൽ അപേക്ഷിക്കാൻ സാധിക്കൂ.
സൗദിയിൽ നിലവിൽ ശാഖകളില്ലാത്ത വിദേശ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് സൗദി പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്ത് വസ്തുവകകൾ വാങ്ങാൻ അനുമതി ലഭിക്കും. മക്കയിലും മദീനയിലും മുസ്ലിങ്ങൾക്കും സൗദി കമ്പനികൾക്കും മാത്രമാണ് ഉടമസ്ഥാവകാശത്തിന് അനുവാദമുള്ളത്. റിയാദ്, ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ വസ്തുക്കൾ വാങ്ങാം എന്നത് സംബന്ധിച്ച വിശദമായ വിവരം ഉടൻ പ്രസിദ്ധീകരിക്കും. പുതിയ നിയമം വഴി ഭവന, വാണിജ്യ, ടൂറിസം മേഖലകളിൽ വലിയ വളർച്ചയാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദി അറേബ്യയിലെ ബാങ്കിംഗ് സേവന നിരക്കുകൾ കുറയുന്നു. അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ബാങ്കിംഗ് താരിഫ് അനുസരിച്ച് നിരവധി സേവനങ്ങളുടെ ഫീസുകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാങ്കിംഗ് മേഖലയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുമാണ് സെൻട്രൽ ബാങ്കിന്റെ നടപടി. സൗദിയിലെ ബാങ്കിംഗ് ഇടപാടുകാർക്ക് ആശ്വാസകരമായ വാർത്തയാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. ഫെബ്രുവരി മുതൽ രാജ്യത്തെ ബാങ്കുകൾ പുതിയ സേവന നിരക്കുകൾ നടപ്പിലാക്കി തുടങ്ങും. ബാങ്കിംഗ് സേവനങ്ങളിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനായി സൗദി സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ഡിസംബറിൽ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം. പുതിയ നിയമപ്രകാരം കറന്റ് അക്കൌണ്ടുകൾ തുടങ്ങുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും യാതൊരുവിധ ചാർജുകളും ഈടാക്കാൻ പാടില്ല. മഡ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും സദ്ദാദ് വഴിയുള്ള ബിൽ പേയ്മെന്റുകൾക്കും ഇനി മുതൽ ഫീസുകൾ ഉണ്ടാകില്ല. ബാങ്ക് അക്കൌണ്ടുകളിൽ ബാലൻസ് കുറവാണെന്ന കാരണത്താൽ ഇനി മുതൽ പിഴ ഈടാക്കാനാവില്ല. ഉപഭോക്താക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഏതൊരു സേവന നിരക്കും ഈടാക്കാവൂ എന്നും അത്തരം നിരക്കുകൾ ഈടാക്കിയാൽ ഉടൻ തന്നെ ഉപഭോക്താവിന് SMS വഴി വിവരം നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് ചാനലുകൾ വഴിയുള്ള സേവനങ്ങൾക്ക് കുറഞ്ഞ നിരക്കുകൾ മാത്രമേ ഈടാക്കൂ. ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയിലാണ് ബാങ്കുകളുടെ പുതിയ നിരക്ക് പരിഷ്കരണം. ജലീൽ കണമകലം, 24, ജിദ്ദ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന കൊല്ലം ചിതറ സ്വദേശി പ്രിൻസിലാലാണ് മരിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കഴക്കൂട്ടം ചന്തവിളയിലാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. പുലർച്ചെ 12 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന കൊല്ലം ചിത്ര സ്വദേശി പ്രിൻസിലാലാണ് മരിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്കാണ് ഈ കാറ് വന്നിരുന്നത്. കഴക്കൂട്ടത്തേക്ക് വരികയായിരുന്നു സ്കൂട്ടർ. ഈ വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ പൂർണ്ണമായും കൂട്ടിയിടിയിൽ തകർന്നിട്ടുണ്ട്. പ്രിൻസിലാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ കഴക്കൂട്ടം ചന്തവിളയിലാണ് ഇന്നലെ രാത്രി ഈ അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ 12 മണിയോടുകൂടി ആമ്പലൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. ഈ സ്കൂട്ടർ ഓടിച്ചിരുന്നത്, അതായത് സ്കൂട്ടറും അതേപോലെ തന്നെ മറ്റൊരു കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ കാറും കഴക്കൂട്ടത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന കൊല്ലം ചിതറ സ്വദേശി പ്രിൻസിലാൽ 46 വയസ്സായിരുന്നു. അദ്ദേഹമാണ് മരിച്ചത്. ഈ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്നിരുന്നു. പ്രിൻസിലാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. കഴക്കൂട്ടം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.